ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചായയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ വെള്ളപ്പം അതേപോലെ ഗ്രീൻ പീസ് കുറുമിയായിട്ട് ഉണ്ടാക്കിയെടുത്തിനത്. അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരുണ്ട്. അപ്പം എൻ്റെ നാത്തൂൻ്റെ മോളും ഓളെ മക്കളുമാണ് കേട്ടോ. അപ്പം അങ്ങനെ അവൾ 2 ദിവസമായിട്ട് വന്നിട്ട്, അപ്പോൾ വന്നിട്ട് ഇന്നാട്ട് ആദ്യമായിട്ട് വീഡിയോ എടുക്കണേ. അപ്പോൾ 2 ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഇനി ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, ഇപ്പോൾ സ്കൂൾ തുറക്കാനായില്ലേ. അപ്പം അങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ അങ്ങനെ 2 ദിവസം വന്ന് നിൽക്കാൻ വിചാരിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പം അവൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയുടെയും പാത്രം കയ്യിലൊക്കെ കഴിഞ്ഞാണ്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക വിചാരിച്ചങ്ങാണ്ട് കുക്കറിലാട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കണത്. അരി തിളപ്പിച്ച് ചുറ്റിങ്ങാണ്ടട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കണത്. അപ്പം തിളക്കാനുള്ള വെള്ളം ഞാൻ വിറകടുപ്പത്ത് വെച്ചിക്കണ്. അപ്പം അങ്ങനെ കുക്കറിലാണ് തിളപ്പിച്ച് വെച്ചിട്ട് കുക്കർക്ക് ഇടുക. അപ്പോൾ കുക്കറിൽ ബിരിയാണി വെച്ച് നോക്കുമ്പോൾ നല്ല മായട്ട ചോറിന്. അപ്പം ഞാൻ ഒരുവിധം 2 കിലോനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ തന്നെ വെക്കൽ. അപ്പോൾ ഈ കുക്കറിൽ 1.5 കിലോ വരെ പോകും. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായി. ഞാൻ 2 കിലോ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ വേറെ കുക്കർ വെച്ചുകൊണ്ട് അതിൽ കുറച്ച് മസാല ഇട്ടുകൊണ്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കുക്കറിലായിങ്ങാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മറ്റേ അടുപ്പത്ത് പൊരിച്ച് വരാനുള്ള ഉള്ളിയാണ് കേട്ടോ. ഈ കുക്കർ കുറച്ച് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഉള്ളിലേക്ക് അല്ലാതെ ക്യാമറ കാണൂല. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുകൊണ്ട് അതിൽ നമ്മൾ വലിയുള്ളിയാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. അപ്പുറത്തെ അടുപ്പിൽ ഫ്രൈ ചെയ്യാൻ ഉള്ളി ഇട്ട് കൊടുത്തുക്കണത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളക്കാനായിരിക്കണം. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് നമ്മൾ രാവിലെ കറിക്ക് എടുത്തതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ പീസും കൂടി അതിൽ ഇട്ടെടുത്തു. അപ്പോൾ നമ്മൾ ചോറിൽ ഇങ്ങനെ ഗ്രീൻ പീസ് ഇങ്ങനെ കടിക്കുമ്പം അതൊരു വേറെ ടേസ്റ്റായി മാറും. അപ്പോൾ അങ്ങനെ കുറച്ച് ഇട്ടെടുത്തുക്കണം. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടെടുത്തുകൊണ്ട് പാകത്തിന് കല്ലുപ്പ് ഇട്ടെടുത്തുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വെക്കാം. നമ്മൾ ബിരിയാണിക്കുള്ള എല്ലാ മസാലപ്പൊടികളും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ബിരിയാണിൻ്റെ റെസിപ്പി ഒരുപാട് കാണിച്ചുകൊണ്ട് ഞാൻ അവിടെ വോയിസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് കുറച്ചിങ്ങോട്ട് ഇതൊരു 7 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അതിക്ക് മാറ്റി മറ്റത് 12 ലിറ്ററിൻ്റെ കുക്കറുമാണ്.
അപ്പോൾ കുറച്ചധികം വലിയ കുക്കറിലും വെച്ചു, ഒരു 1/4 ഭാഗം നമ്മൾ ഈ ചെറിയ കുക്കർക്കും മാറ്റി. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു വാഴൻ്റെ ഇല വെച്ച് കൊടുക്കാം. അപ്പോൾ വാഴൻ്റെ ഇലക്ക് ഇങ്ങനെ ഓരോ വെട്ടിട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ചോറുക്ക് നല്ലോണം മസാലത്തെ ആവിയൊക്കെ നല്ലോണം കയറും, അതിന് വേണ്ടിയിട്ടാണ് വെട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ റൈസും അതേപോലെ മസാലയും രണ്ടും പാടെ ഒന്നാവില്ല, സെപ്പറേറ്റ് ഇങ്ങനെ എടുക്കാൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ചില വീഡിയോയിലൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് വാഴൻ്റെ ഇല എന്തിനാണ് വെച്ച് കൊടുക്കണതെന്ന്. അപ്പം ചോറും അതേപോലെ മസാലയും പാടെ തമ്മിൽ ഒന്നാവാതെക്കാനാണേ. സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പിൻ്റെ ഇല അതേപോലെ ക്യാരറ്റൊക്കെ പൊരിച്ച് കോരിയെടുത്തിക്കണേ. അതൊന്നും ഞാൻ റൈസ് ഇട്ടുകൊടുത്തിട്ടില്ല. അത് നമ്മളിങ്ങനെ ചോറ് കുത്തുമ്പോഴാണ് ഇട്ടെടുക്കുക. അപ്പോൾ ഒറ്റ വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. ഒറ്റ വിസിലിന് ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചിക്കനൊക്കെ വേറിപ്പോവും. പിന്നെ അതിൻ്റെ ആവി കളഞ്ഞിട്ട് നമുക്ക് ചോറിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ പൊച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് വന്നുകൊണ്ട് ചോറൊക്കെ ഒന്ന് കുത്തിയെടുക്കുകയാണ്. ഇനി മക്കൾക്കൊക്കെ ചോറ് കൊടുക്കട്ടെ. അപ്പോൾ കുക്കറിൽ ബിരിയാണി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കേണ്ടി. നല്ല മയക്കാരം, പിന്നെ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുള്ളൂ. നമ്മളാ വീട്ടാവശ്യത്തിനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പുറത്തേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കുറച്ചധികം വിരുന്നാരോ വന്നാലൊന്നും ഇങ്ങനെ പറ്റൂല. ഞാൻ പിന്നെ 2 കുക്കറിലായിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ.
അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഓരോരുത്തരെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ കമൻറ്റും ലൈക്കുമാണ് കേട്ടോ നമ്മുടെ വിജയം. അപ്പോൾ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.